ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അല്ലേ, കഥയിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അച്ഛൻ്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ചടങ്ങിനെത്തിയ അയൽവക്കക്കാരും ബന്ധുക്കാരും ഒക്കെ കൂടി നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ കൂടി പറയാം, സച്ചിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കരുതിയത്, അവൻ നല്ലൊരുത്തരാണെന്നാണ് കരുതിയത്. രേവതി, നീ അവൻ്റെ കയ്യിൽ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതയല്ലേ? അവന് എന്തെങ്കിലും നിന്നെ ചെയ്യുവോ? നിന്നെ വല്ല ഇതുപോലെ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണിന് താങ്ങാൻ പറ്റില്ല, ഒരു പെണ്ണിന് അത് താങ്ങാൻ പറ്റുമോ? ഓ, എങ്കിലും രേവതിയുടെ വിധി ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഒരു ആൻസറും പറയാനും ഇല്ല, എന്തു പറയാനാ ഇതിൽ കൂടുതൽ. അപ്പൊ രേവതി പറയുന്നുണ്ട്, കുഴപ്പമില്ല, സാരമില്ല, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാ എന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും അവിടെ നിൽക്കുന്ന ആൾക്കാര് ഇത് ചിക്കി ചെകഞ്ഞ് ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് നമ്മുടെ സച്ചിനെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അവൻ നല്ലൊരുത്തനാണെന്നും അവനെക്കുറിച്ച് കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തെറ്റിപ്പോയി. ലക്ഷ്മിക്ക് ഈ വിധി വന്നല്ലോ, ഇതുപോലൊരു മരുമകനെയാണല്ലോ നിനക്ക് കിട്ടിയത്. നിനക്ക് ഇതൊക്കെ ഓർത്ത് ഈ ജന്മം മുഴുവനും തീരാനുള്ള സങ്കടങ്ങളുണ്ടല്ലോ, ഇതിന് പരിഹാരമാർഗമൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മുടെ ലക്ഷ്മിയോ ദേവുവോ അതുപോലെ തന്നെ നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ശരത്ത് പറയുന്നത്, എന്ത് ചെയ്യാനാ, ഒരു വിവരദോഷിയായി പോയി, വിവരദോഷി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് ഓരോന്നിങ്ങനെ പറയാ. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഓരോരുത്തരും മാറി മാറി കുറ്റപ്പെടുത്തുന്നു, അതിൻ്റെ കൂടെ ശരത്തും കൂടെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി പെട്ടെന്ന് കയറി വന്നിട്ട്, എന്താ പറഞ്ഞതൊക്കെ എല്ലാവരും അങ്ങ് നിർത്തിയോ? എന്താ പറഞ്ഞത് പറഞ്ഞോണ്ടിരിക്കേ, എല്ലാം അങ്ങ് മുഴുവിപ്പിക്കേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാരും പറഞ്ഞു, സച്ചി, ഞങ്ങള് നിന്റെ കുറ്റം പറയുമൊന്നും അല്ലായിരുന്നു, പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ, നീ കാണിച്ചതേ മഹാ ചെറ്റത്തരമായി പോയി. ഈ ചെറുക്കന്റെ കൈ പിടിച്ച് തിരിച്ചൊടിക്കാന്നൊക്കെ പറഞ്ഞാല്, എടാ സച്ചി, നിനക്ക് തരത്തിൽ പോയി കളിക്കത്തില്ലായിരുന്നോ? പിന്നെ അതുമാത്രമല്ല കേട്ടോ, നീ എന്നാ ഗജാനന്ദന്റെ കൈ പിടിച്ച് തിരിച്ചൊടിക്കുകയും വടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതുപോലെ തന്നെ രേവതിക്ക് പൂക്കട വെച്ചു കൊടുത്തു, രേവതിയുടെ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് നോക്കുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ഓർത്തത് നീ നല്ലൊരു മനുഷ്യനാണെന്നാ. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതായി പോയല്ലോടാ ഈ വീട്ടുകാർക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് വീണ്ടും അത് ഏറ്റുപിടിക്കുകയാണ്. ശരത്ത് വീണ്ടും അത് ഏറ്റുപിടിച്ച് നമ്മുടെ സച്ചിനെ തന്നെ കുറ്റപ്പെടുത്തുക. അല്ലെങ്കിലും ഇങ്ങേർക്ക് ഒരു കാര്യമില്ലല്ലോ, ഒരു കാര്യവും കാരണമില്ലാതെയാണല്ലോ ഇങ്ങനെ എല്ലാവരെയും കൈവെക്കുന്നത്. ഇങ്ങേര് ആരാട്ടാന്നാ ഇങ്ങേരുടെ വിചാരം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് ശല്യം ഉണ്ടാക്കുന്നത്? ഇറങ്ങി പൊക്കൂടെ, നാണമില്ലേ നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി സഹിക്കുമോ? സച്ചി അങ്ങോട്ട് ചെന്ന് നമ്മുടെ ശരത്തിനെ താലങ്ങനും വീലങ്ങനും ഒക്കെ അങ്ങ് അടിച്ചില്ലേ. അപ്പോഴവിടെ നിന്നവരൊക്കെ പിടിച്ചു മാറ്റിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയുടെ അനിയനല്ലേ അവന് എന്തിനാടാ ഇങ്ങനെ പട്ടീനെ തല്ലുന്നത് പോലെ തല്ലുന്നത്? വിവരദോഷി, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലടാ ഞങ്ങൾ വിചാരിച്ചതെന്ന് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും സച്ച് തന്നെ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും വിചാരിക്കുമെന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി കൂടുതൽ ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇവൻ ചെയ്തതിനുണ്ടല്ലോ, ഇവനെ കൊല്ലുക ചെയ്യേണ്ട, കൊല്ലണം, ഇവനെ വെട്ടി അറിയുക ചെയ്യേണ്ടത്. ഇത് ഞാൻ വെറുതെ വിടുന്ന ഇവനെ, അതും എൻ്റെ ഭാര്യയുടെ അനിയനായതുകൊണ്ട്. അപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് അടുത്ത ആള് ചോദിക്കുന്നത്, ഭാര്യയുടെ അനിയനായതുകൊണ്ട് നീ ഇവനെ വെറുതെ വിട്ടോടാ? നീ ഇവനെ തല്ലി ചതച്ചില്ലേ? ഈ ഒരു നല്ല ദിവസമായിട്ട് പോട്ടെ, ഇന്ന് ആണ്ട് ദിവസമല്ലേ, ആണ്ട് ദിവസമായിട്ട് എന്തിനാടാ വന്ന് നീ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയത്? നീ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യേണ്ട ഒരാളല്ലേ, നീ രേവതിയുടെ ഭർത്താവല്ലേ, അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ നീ അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? എന്നിട്ട് സച്ചി, നീ ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പം നിങ്ങളാരും എന്നെ കുറിച്ച് കൂടുതലൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ സച്ചി ചെയ്യുന്നത്. ഭയങ്കരമായിട്ടും എന്താ പറയാ, നമ്മുടെ ശരത്തിനെ അങ്ങോട്ട് അടിച്ചു, തലങ്ങലും വിലങ്ങലും ഒക്കെ അടിച്ചു. നമ്മുടെ രേവതി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ, എന്താ മോനെ നിനക്ക് പറ്റിയത്, എന്തെങ്കിലും പറ്റിയോ? ഇവനെന്ത് വട്ടായത്, ഇവൻ എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന എൻ്റെ കുടുംബത്തിനോട്? രേവതി, നിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും? നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ, രേവതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണ്ട കേട്ടോ,
ഇവന്റെ ഈ സ്വഭാവത്തിന് രേവതി ഒരടിക്ക് ചത്തുപോകും. ആ ഒരു അവസ്ഥയാകും. അവൻ അതുപോലെ കലിയെടുത്താ പോയിരിക്കുന്നത്. മോളെ രേവതി, നീ പോകണ്ട രേവതി എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വിധിക്കപ്പെട്ടതാ. പക്ഷെ ഒന്ന് ഓർത്തിട്ടേ വിഷമമുള്ളൂ. എൻ്റെ അച്ഛന് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചിരുന്ന സമയത്ത് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടില്ല. ദേ ഇപ്പൊ അങ്ങ് മുകളിൽ ചെന്നപ്പോഴും എൻ്റെ അച്ഛന് സമാധാനം ഇല്ലല്ലോ. ഈ ഒരു ദിവസം തന്നെ ഇതൊക്കെ. ദേ എൻ്റെ പൊന്നു ദേവു, വേണ്ട, നമുക്കതൊന്നും ചിന്തിക്കേണ്ട. അച്ഛൻ്റെ സമാധാനവും അച്ഛൻ്റെ സന്തോഷവും നമുക്ക് വലുത്. അതുകൊണ്ട് ഈ ചടങ്ങിന് ഒരു ദോഷവും വരാൻ പാടില്ല, ഒരു വിള്ളലും വരാൻ പാടില്ല. അതുകൊണ്ട് വാ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നമ്മുടെ രേവതി കണ്ണീരൊഴുക്കിക്കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ സമയം നമ്മുടെ സച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സച്ചി ഇതെല്ലാം ഒതുക്കി പിടിച്ച് മനസ്സിൽ വിഷമത്തോടു കൂടി വേറെ എവിടെയോ പോയിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ ശരത്ത് അവിടെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ, ശരത്തൊന്നും മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ സച്ചി നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് സഹകരിച്ചിട്ട് പോകുന്നേനെ. പക്ഷെ ശരത്ത് വീണ്ടും 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 നമ്മുടെ സച്ചിയുടെ ക്ഷമയെ പരീക്ഷിച്ചു. അത് സച്ചി സഹിക്കുമോ? ഒരിക്കലും സച്ചി സഹിക്കില്ല. അതുകൊണ്ടാണ് സച്ചി അത്രയും അടിയടിച്ചത്. അങ്ങനെ നമ്മുടെ മഹേഷിനോട് സച്ചി എന്ന് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. എടാ, ഇങ്ങനെ ഒരു സംഭവം നടന്നടാന്ന് പറഞ്ഞു. സച്ചിനെ കണ്ടപ്പം തന്നെ നമ്മുടെ സച്ചി ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മഹേഷ് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സച്ചി പറഞ്ഞു, ഇതാണ് സംഭവം, എന്ത് ചെയ്യാനാ, ഞാൻ തല്ലിപ്പോയി. അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. അവൻ ഇപ്പോൾ പോലും ഒരു കുറ്റബോധവുമില്ല. അവൻ എന്നെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അവനെ എനിക്ക് പൂവിട്ട് പൂജിക്കാൻ പറ്റത്തില്ലല്ലോ, തല്ലാനല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ, എന്തിനാടാ സച്ചി നീ ഓരോ കാര്യങ്ങള് പോയി ഇങ്ങനെ ഇടപെട്ട് കുളവാക്കുന്നത്? എടാ, ഇന്ന് അവരുടെ അച്ഛന്റെ ആണ്ടല്ലേ, അപ്പോഴെങ്കിലും നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടായിരുന്നു? അവരോടൊന്ന് സഹകരിക്കത്തില്ലായിരുന്നു നിനക്ക്? ഇത് വല്ലാത്ത പുലിവാലായല്ലോ. എന്ത് പുലിവാല്? ഇത് ഒരു പുലിവാലും അല്ല. ദേ, ഞാനിതെല്ലാം കേട്ട് മിണ്ടാതെ പഞ്ചകുച്ചം അടക്കി നിൽക്കാനേ ഞാനേ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയൊന്നും അല്ല. എന്നെ എന്നെ അവൻ എന്തൊക്കെയെന്ന് പറഞ്ഞതെന്നറിയാമോ? അതും ആ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് അവന് പച്ചക്കള്ളവല്ലേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനാ അവനെ അടിച്ചതെന്ന് വ്യക്തമാക്കില്ല എന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥാനത്ത് എന്നെ അവൻ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവനവന്റെ ചേച്ചിയുടെ ജീവിതം പോലും ഓർക്കുന്നില്ല. അവൻ ഇപ്പോഴും മുഖ്യം ആന്റണി എന്നവന്റെ കൂട്ടുകാരനും ആ പലിശ കച്ചവടമൊക്കെ തന്നെയാ. അല്ലെങ്കിലേ അവന് എല്ലാം തെറ്റിതിരുത്തി പറഞ്ഞേനെ. പക്ഷെ അവൻ അതൊന്നും ചെയ്യാൻ കൂട്ടാക്കിയില്ല. പിന്നെ അവനെ ഞാൻ അടിക്കുകയല്ലാതെ അവന്റെ മുമ്പിൽ പൂവിട്ട് ഞാൻ പൂജിക്കണവനെ അല്ല. സച്ചി, ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. എല്ലാവരും അവിടെ നോക്കിയൊക്കെ നിപ്പില്ലായിരുന്നു? അതൊക്കെ എല്ലാവരും കണ്ടില്ലേ? നിന്നെക്കുറിച്ച് എല്ലാവരും എന്ത് വിചാരിച്ചു കാണും? പുറമേന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു പാവം പയ്യനെ നീ പോയി തല്ലുന്നു, അടിക്കുന്നു. ഇതല്ലേ എല്ലാവരും കരുതുക, അല്ലാതെ വേറെ എന്തെങ്കിലും കരുതുവോ? എന്തെങ്കിലും കരുതിക്കോട്ടെ, എന്നെക്കുറിച്ച് എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ രേവതിയുടെ സങ്കടം കാണാൻ വയ്യടാ. അവൾ ഒരുപാട് കരഞ്ഞു. ഇന്ന് അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്നൊന്നും എനിക്കറിയില്ല. അവൾ എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവളുടെ മനസ്സിലെല്ലാം അടക്കി പിടിച്ച് അവളുടെ സങ്കടം കാണുമ്പോഴേ വല്ലാത്തൊരു വിങ്ങിപ്പൊട്ടൽ തോന്നുക എനിക്ക്. എന്തോ അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. ഇപ്പൊ എന്നോടുള്ള വാശിക്ക് അവള് പിടിച്ചു നിൽപ്പുണ്ട്. ഞാൻ വെറുതെയാണ് അവനെ തല്ലിയതെന്ന് ഓർത്തിട്ട് ഞാൻ എന്താന്ന് കാര്യം തുറന്നു പറയുന്നത് വരെ അവൾ ആ വാശിയോട് കൂടി നടക്കും. പക്ഷെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രേവതി തകർന്നു പോകൂടാ, ആകെ തകർന്നു പോകും. അത് കാണാനുള്ള ശേഷി എനിക്കില്ല എന്നിങ്ങനെ പറയാ. അപ്പൊ മഹേഷ് പറഞ്ഞു, നീ ഇപ്പൊ എന്തെങ്കിലും കാണിക്ക്, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? ഇനിയിപ്പൊ കാറ് വിറ്റു, അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാവില്ലേ? ഓരോന്ന് നീ ഇങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് രേവതിയുടെ മുമ്പിൽ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, അവൾ ഒരു ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. എല്ലാം ഞാൻ കാരണമാണ്, എല്ലാത്തിനും ഞാനാ കാരണം. പലിശയ്ക്ക് പൈസ മേടിക്കുകയും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത്. വേണ്ട മഹേഷേ, നീ കൂടുതൽ കുറ്റമൊന്നും ഏറ്റെടുക്കണ്ട. ഈ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ അല്ല ഈ കാരണങ്ങൾ. അവന് എൻ്റെ അമ്മയുടെ പൈസയാണ് മോഷ്ടിച്ചത്, പിടിച്ചു പറിച്ചോണ്ട് പോയത്. എൻ്റെ അമ്മയുടെ പൈസ മോഷ്ടിച്ചത് കൊണ്ടുള്ള സമാധാനക്കേടല്ല എനിക്ക്. അവന് അങ്ങനെ പൈസ മോഷ്ടിക്കാൻ പാടുണ്ടോ? അവനെ കുറിച്ചൊക്കെ ഉണ്ടല്ലോ രേവതിയുടെ അമ്മയ്ക്കും അതുപോലെ രേവതിയുടെ അനിയത്തിക്കൊക്കെ എന്തൊരു ബഹുമാനവും എന്തൊരു വിശ്വാസവും എന്തൊരു പ്രതീക്ഷയുമാണെന്നോ. അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്നും അവന് നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ 100 നാവാ രേവതിക്ക്. അവരെയല്ലേ ചതിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചതിച്ച പൈസയല്ലേ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നത്. അതല്ലേ അവര് തിന്നുന്നത്. അവരിതൊക്കെ അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കാവുന്നുള്ളതല്ലേ ഉള്ളൂ നമുക്ക്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സച്ചി അപ്പോഴുള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയെ കാണിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് ലക്ഷ്മി പറഞ്ഞു വിടുന്നുണ്ട്, മോളെ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്,
ഇതെല്ലാം അങ്ങ് സഹിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗവും നമുക്കിടയിലില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ഇനി സച്ചിയുടെ മെക്കിട്ട് കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല. അവൻ വല്ല താങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നിനക്കത് താങ്ങാനുള്ള ശേഷി ഇല്ലാതെ വരും എന്ന് പറഞ്ഞപ്പോൾ ദേവവും പറഞ്ഞു, ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലോ കേട്ടോ. സച്ചി എന്നെ കണ്ട സത്യം പറഞ്ഞ് ഇപ്പൊ പേടിയാവുക, ഒരു ക്രൂരനെ പോലെ തോന്നുക. ദൈവമേ, എന്റെ ചേച്ചി അയാളുടെ കൂടെയാണല്ലോ ജീവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഓരോ നിമിഷവും ഞങ്ങൾ ഇവിടെ വേദനിച്ചാ കഴിയുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ദേ ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ ചേച്ചി ഇനി ഇവിടുന്ന് പോകണ്ട, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക. എന്തിനാടി പേടിക്കുന്നത്? ദേ അയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ അച്ഛനില്ലേ, പിന്നെ അയാൾ എന്നെ എന്ത് ചെയ്യാനാ? അയാൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറൊന്നുമല്ല, നമുക്ക് ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ലെന്ന് അയാൾക്ക് അറിയാം. ആ ഒരു ബോധ്യവും ധാരണയും ഉള്ളിടത്തോളം കാലം അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയും ഇങ്ങനെ ഓരോ വൃത്തികേട് കാണിക്കുകയോ അതിക്രമം കാണിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ മോളെ ദേവു ഇങ്ങനെയാ, നീ പഠിക്കണം, നീ പഠിച്ചൊരു ജോലി മേടിക്കണം, എന്നിട്ട് അന്തസ്സായിട്ട് നീ ജീവിക്കണം. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ കല്യാണം കഴിച്ച് ഒരിക്കലും നിന്നെ വിടില്ല. നിന്നെ സ്നേഹിക്കുന്നവന്റെ കൂടെ, നിന്നെ ബഹുമാനിക്കുന്നവന്റെ കൂടെ, നിന്റെ വീട്ടുകാരെ അംഗീകരിക്കുന്നവന്റെ കൂടെ മാത്രമേ നീ പോകാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ജീവിതം നീ തെരഞ്ഞെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി സങ്കടം സഹിക്ക വയ്യാതെ പോവാണ് കേട്ടോ. അങ്ങനെ നേരെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനുണ്ട്. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താ, എങ്ങനെയായി മോളെ, ചടങ്ങ് ഒക്കെ കഴിഞ്ഞോ? നല്ല രീതിയിൽ തന്നെ ചടങ്ങ് കഴിഞ്ഞോ? സച്ചി വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ രേവതിയുടെ മുഖം കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും രവീന്ദ്രന്. അങ്ങനെ നമ്മുടെ രേവതി പറയാണ്, അത് പിന്നെ ചടങ്ങ് കഴിഞ്ഞു വെച്ചാ, അല്ല സച്ചി വന്നോ? സച്ചേട്ടൻ വന്നു. സച്ചേട്ടൻ വന്നതിന്റെ ഇന്ന് ചടങ്ങിനിടയിൽ കാണാനും ഉണ്ടായിരുന്നു. അപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടെ മാറി നിൽക്കുക. ശ്രുതിക്കും ചന്ദ്രയ്ക്കും പിന്നെ എന്താ വേണ്ടത്? ഇതും കൂടെ അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ, നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ശ്രുതിനെ നോക്കിയിട്ട് ചിരിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ കുരങ്ങനെ കണ്ടിട്ടില്ലേ? അത് കാട്ടില് മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. അതിനെ പിടിച്ച് പാൻറ്റും ഷർട്ടും ഒക്കെ ഇടിപ്പിച്ച് സ്കൂളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ബുക്കെടുത്ത് പഠിക്കുവോ? കുരങ്ങും പുസ്തകമൊക്കെ കീറി എറിഞ്ഞ് കാട്ടിലെ സ്വഭാവം കാണിക്കും. അതുപോലെ തന്നെയാ സച്ചി. അവനെ ഇപ്പൊ കുരങ്ങന്റെ സ്വഭാവം എവിടെയാണെങ്കിലും അവന്റെ സ്വഭാവം കാണിക്കും. അതിപ്പം ഇവളുടെ വീട്ടിൽ ചെന്ന് കാണിച്ചു. ഇവളുടെ അനിയന്റെ മെക്കിട്ട് കയറി നിങ്ങളെ നിർബന്ധിച്ച് അവനെ ഉണ്ടല്ലോ ഇവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവന് അവിടെയും അവന്റെ തനി സ്വഭാവം കാണിച്ചു, തനി സ്വരൂപം കാണിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നു കേട്ടോ. സച്ചി ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ സുധിയെക്കുറിച്ച് നിങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ മതി, അല്ലാതെ എന്നെ കുറിച്ച് പറയണ്ട. കാട്ടിൽ വിട്ട് അവനെയാ നിങ്ങൾ പഠിപ്പിക്കുന്നത്, അവനെ പഠിപ്പിച്ച കുരങ്ങനെ പോലെ ആക്കുന്നത്, അല്ലാതെ ഞാനൊരിക്കലും കുരങ്ങനല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വായടക്കടാന്ന് പറഞ്ഞു, മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. അച്ഛാന്ന് വിളിച്ചപ്പോഴത്തേക്കും, ദേ ഇങ്ങോട്ട് മാറി നിൽക്കടാ, നിന്നോട് ഞാൻ കാര്യങ്ങൾ നിന്നോട് ചോദിക്കാം. നീ എന്താടാ വിചാരിച്ചത്? നീ എന്താടാ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയത്? നിന്നോട് ഞാൻ പറഞ്ഞതെല്ലാം നീ മറന്നു പോയല്ലേ? നിന്നോട് പറഞ്ഞതല്ലേടാ ഞാന്. അത് പിന്നെ അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യാത്ത ഭാവത്തിന് നീ നിൽക്കുകയാണല്ലേ? എങ്ങനെ തോന്നുന്നടാ നിനക്കിതൊക്കെ ചെയ്യാനായിട്ട്? അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നവരുടെ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കിയോ? മനസ്സ് നൊന്ത് നിൽക്കുന്നവരോടാ നീ ഇങ്ങനെ കാണിച്ചത്. എന്തിനാ നീ ഇത് ചെയ്തത്? അത് ഞാൻ ചോദിക്കുന്നില്ല. അത് പിന്നെ ഞാൻ വഴക്കുണ്ടാക്കാനോ തല്ലാനോ ഒന്നും പോയതല്ല അച്ഛാ. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല അവിടെ ചെയ്യുന്നത്. പിന്നെ ഇവളുടെ അമ്മയും അനിയനൊക്കെ എന്തൊക്കെയാ എന്നെ പറഞ്ഞതെന്ന് അറിയാമോ? അവരെന്ത് പറഞ്ഞാലും നീ കേട്ട് നിൽക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അതുപോലെയുള്ള കാര്യമല്ലേ നീ ചെയ്യുന്നത്? നീ എങ്ങനെയാ നീ ചെയ്തതിനൊക്കെ അവർക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അതുപോലെയല്ലേ നീ ആ പയ്യനോട് കാണിച്ച് കൈ തിരിച്ച് ഒടിച്ചൊക്കെ വെക്കുന്നത്? പിന്നെ അതൊക്കെ സംസാരിച്ച് തീർത്ത് ബന്ധം പഴയ രീതിയിലാവട്ടെ എന്ന് കരുതിയ നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നീ അവിടെ ചെന്നിട്ട് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നേക്കുക. അത് പിന്നെ ഞാനും പറഞ്ഞു തീർക്കാൻ അച്ഛൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ ഒരു കൊലപാതകിനെ കാണുന്ന പോലെയാ എന്നെ എല്ലാവരും കണ്ടത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളുടെ അമ്മയും അനിയനൊക്കെ എന്നെ അപമാനിച്ചു. അത് പിന്നെ അച്ഛ എത്രമാത്രം ഇദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്നോ. ശരത്തിനെ അങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ആ ഒരു വിഷമം കൊണ്ടാ അമ്മ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ആ ഒരു വിഷമം കൊണ്ടാ പറഞ്ഞു പോയത്. ജീവിച്ചിരുന്ന സമയത്തെ അച്ഛന് വേണ്ടി കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി അച്ഛനെല്ലാം ചെയ്തത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി മനസ്സ് നിറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നടത്താനും ഞങ്ങൾക്ക് സാധിച്ചില്ല. അത് എന്തൊരു വലിയൊരു വിഷമമാണെന്ന് ഓർത്തു നോക്ക്. വീട്ടിലെല്ലാവരും കരഞ്ഞ് നിലവിളിച്ചിരിക്കുക, സന്തോഷത്തോടു കൂടി ഒരു ചോറ് കഴിക്കാൻ പറ്റിയില്ല. എല്ലാം സഹിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആരും ഇല്ലാത്തവരെന്നും ആരും ഇല്ലാത്തവരല്ലേ. എല്ലാം എൻ്റെ തലവിധിയാ, ഞാൻ സഹിക്കേണ്ട കാര്യങ്ങളാ, സഹിച്ചല്ലേ പറ്റൂ. ഓരോ തലയിലെടുത്ത് വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണല്ലോ. ചെറുപ്പം മുതലേ സഹിച്ചും ക്ഷമിച്ചും ശീലിച്ചത് കൊണ്ടായിരിക്കാം ദൈവം ചിലപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്, സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ. അതല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോയിട്ടോ. സച്ചി ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഒന്നും മിണ്ടാതെ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നിനക്കൊന്നും മിണ്ടാനില്ലാത്തത്, നീ എന്താടാ ഒന്നും പറയാത്തത്, ഇത്രയും നേരം ചലച്ച നാവും കൊണ്ട് നീ ചിലക്കടാ, നിനക്കൊന്നും പറയാനില്ലല്ലേ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, എങ്ങനെ അവൻ പറയും, അവൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെയുള്ളതല്ലേ, കോരങ്ങൻ. അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി, ദേ കൊരങ്ങൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മകൻ ശ്രുതിയാണെന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അതെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ, നിങ്ങൾ എന്തിനാ ശ്രുതിനെ പിടിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? എന്റെ ഭർത്താവ് കൊരങ്ങനൊന്നും അല്ല, എന്റെ ഭർത്താവെ അന്തസ്സായിട്ട് എന്നെ നോക്കുന്നത്. അതും അദ്ദേഹം എനിക്ക് ഒരു വിഷമവും വരുത്തി വെച്ചിട്ടുമില്ല ഇതുവരെ. ഞാൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞാലും അദ്ദേഹം എന്നെ ഇങ്ങോട്ടേക്കൊന്നും പറയാറില്ലെന്ന് പറഞ്ഞപ്പം, അവൻ വാലാട്ടിപ്പട്ടിയാന്നേ എനിക്ക് പണ്ടേ അറിയാം. നിന്നെ അവന് പേടിയല്ലേ? പേടിച്ചാണെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ, അതുപോലെ അല്ലല്ലോ നീ. സച്ചി, അതുപോലെ അല്ലല്ലോ സച്ചി, നീ നിന്റെ ഭാര്യനെയും കുടുംബത്തെയും കാണുന്നത് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ അല്ലേടാ നീ അവിടെ ചെന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് ഓരോന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോയി, ചന്ദ്ര അങ്ങ് പോയി. നമ്മുടെ സച്ചി വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും കുറ്റം പറച്ചിലും ഒക്കെ കേട്ടുകൊണ്ട് ഇതിൽ സച്ചി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അട്ടിപ്പൊളി വിശേഷങ്ങളാട്ടോ വരാനിരിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കും. ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയാണ്. അത് നമ്മളൊരു 7:30 കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ പുതിയ കഥകൾ നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ, ഇപ്പം പുതിയ കഥകളൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മുടെ ടീച്ചറിൻ്റെ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം നമ്മളെ. അപ്പം ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ. അപ്പം ആരൊക്കെ കാണുന്നുണ്ട് എന്നൊന്നും അറിയില്ല നമുക്ക് ആ കഥ. പിന്നെ കഥ തുടങ്ങിയതേ ഉള്ളൂ, ഇഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേരെ, നമ്മുടെ ടീച്ചറിൻ്റെ കഥ ഇടണമെങ്കിൽ ഞാൻ ഇടാട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് നയനയുടെയും ആദർശിൻ്റെയും കഥയായിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.